ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എൻ്റെ പേര് ജിജി. സോ RRBയുടെ ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി നമ്മൾ പറയാൻ പോവാണ്. വേക്കൻസീസ് മാത്രമല്ല, അതുപോലെ തന്നെ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു വേക്കൻസീസ്, എത്ര വേക്കൻസീസ് ഉണ്ട് ഓരോ പോസ്റ്റുകളിലേക്കും നമ്മൾ നോക്കാൻ പോവാണ്. നമുക്കറിയാം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. നോട്ടിഫിക്കേഷൻ വന്നിട്ട് നാളെ മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം കേട്ടോ. 22-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ദിവസമാണ്. പിന്നെ അതോ 22 അടുത്ത മാസം 22-ാം തീയതി വരെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മാസം ഉണ്ടല്ലോ, അതുകൊണ്ട് മെല്ലെ ചെയ്യാന്ന് വിചാരിക്കരുത്. അവസാനം ആകുമ്പോൾ മിക്കവാറും സൈറ്റ് ഹാങ് ആവാറാണ് പതിവ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ ഇതിന് മൊത്തം വേക്കൻസീസ് വരുന്നത് 32,438 വേക്കൻസീസ് ആണ് വരുന്നത് കേട്ടോ. ഒറ്റൊരു എക്സാമേ ഉള്ളൂ, ഇംഗ്ലീഷ് എക്സാമിനില്ല. 100 മാർക്കിന്റെ ഒറ്റൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പാസ്സാവാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ അതിന് പുറകെ നോർമൽ ആയിട്ട് ചെയ്യേണ്ടി വരും. ബേസിക് പേ എന്ന് പറയുന്നത് 18,000 രൂപയാണ്. ഇതിന്റെ കൂടെ DA വരും, അതിന്റെ കൂടെ HRA വരുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് കൈ കിട്ടും. അതുപോലെ DA എന്നൊക്കെ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ കുറച്ചുകൂടി കൂടുതലാണെന്ന് അറിയാലോ. ഇനി ഇത് ഏതൊക്കെ പോസ്റ്റുകളും വേക്കൻസീസ് നമുക്ക് നോക്കാം. പോയിന്റ്മെന്റ് B ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ 5,058 വേക്കൻസീസ് ആണ് വരുന്നത്. അസിസ്റ്റന്റ് ട്രാക്ക് മെഷീനില് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 799 വേക്കൻസീസ് ആണ്. അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 301 വേക്കൻസീസ് ആണ്. ട്രാക്ക് മെയിൻറ്റെയിനർ ഗ്രേഡ് 4 എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് 13,187 വേക്കൻസീസ് ഉണ്ട്. ഇനി അസിസ്റ്റന്റ് PV എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 247 വേക്കൻസീസ് ആണ്. അസിസ്റ്റന്റ് CNW മെക്കാനിക്കലില് 2,587 വേക്കൻസീസ് ആണുള്ളത്. അസിസ്റ്റന്റ് TRDയില് ഇലക്ട്രിക്കൽ 1,381 വേക്കൻസീസ് ആണുള്ളത്. അസിസ്റ്റന്റ് അതുപോലെ തന്നെ SNT ഡിപ്പാർട്ട്മെന്റിൽ 2,012 വേക്കൻസീസ് ആണ്. പിന്നെ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസലില് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ 420 വേക്കൻസീസ് ആണ്. അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കലിൽ വരുമ്പോൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ 950 വേക്കൻസീസ് ആണ്. അസിസ്റ്റന്റ് ഓപ്പറേഷനിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ 744 വേക്കൻസീസ് ആണ് വരുന്നത്. അസിസ്റ്റന്റ് LTN/AC ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ 1,041 വേക്കൻസീസ് ആണ് വരുന്നത്. അസിസ്റ്റന്റ് TL&AC വർക്ക്ഷോപ്പില് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ 624 വേക്കൻസീസ് ആണ്. അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ 3,077 വേക്കൻസീസ് ആണ്. അപ്പൊ ടോട്ടൽ 32,438 വേക്കൻസീസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇനി എന്തായിരുന്നു, ഇനി നമുക്ക് പഠിച്ചാൽ മാത്രം മതി. വേക്കൻസീസ് ഒക്കെ എത്രയാണെന്ന് അറിഞ്ഞു, നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക. നല്ലൊരു സാലറി തന്നെ, ഇപ്പൊ 10th ക്വാളിഫിക്കേഷനനുസരിച്ചുള്ള നല്ല സാലറി തന്നെയാണ്. അപ്പൊ റെയിൽവേ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു പബ്ലിക് സെക്ടർ ആണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പഠനം, അത് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുക. ഇനി പഠിക്കാൻ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ AZBയിൽ കോഴ്സ് ഉണ്ട്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനും ഉണ്ടാവും. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമുക്കുണ്ട്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 100 ദിവസം കൊണ്ട് പഠിക്കണമെങ്കിൽ 100 ദിവസം കൊണ്ട്, 150 ദിവസം കൊണ്ട് പഠിക്കണമെങ്കിൽ 150 ദിവസം കൊണ്ട്, 90 ദിവസം കൊണ്ട് പഠിക്കണമെങ്കിൽ 90 ദിവസം കൊണ്ട്, അങ്ങനെ കൃത്യമായിട്ട് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റുമെന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റഡി പ്ലാൻ പോലും നിങ്ങൾക്ക് തരുന്നത്. ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ മെന്റർ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. ഡെയിലി ടാർഗറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. മോക്ക് ടെസ്റ്റുകളും മെന്ററിങ് സപ്പോർട്ടും ഒക്കെ ഉള്ള ഒരു ബാച്ച് ആയിരിക്കും കേട്ടോ. ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി AZBയുടെ ആപ്പ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോറിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് JIJI20 എന്ന് പറയുന്ന കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇത്രയാണ് പറയാനുള്ളത്. വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.